ഒന്നാമത്തെ എന്താ വെച്ചാല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ കോൺസിക്വൻസസ് ദുരന്തങ്ങൾ ആലോചിച്ച് വിഷമമുള്ള ആളാണെങ്കിൽ ആ വിഷമത്തെ നമ്മൾ അധികരിപ്പിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, സംസാരിക്കുക. എന്നിട്ട് ഈ വിഷമത്തെ, ഈ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ആ വിഷമത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള പരിശീലനം കൊടുക്കുക. ധാർമ്മികമായി ഇങ്ങനെ നല്ല ക്ഷമയോടുകൂടി പെരുമാറേണ്ടതിന്റെ ആവശ്യകതയൂന്നുന്ന കഥകൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഈ കാര്യത്തിൽ എന്ത് ചെയ്യുക, ഉപദേശിക്കാതിരിക്കുക. നമ്മൾ ഈ രണ്ട് കാര്യത്തിൽ ആശങ്കപ്പെടുകയും ഇതിന് ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം കൂടുതൽ രൂക്ഷമായി വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് അവന്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്. അത് മറ്റുള്ളവർ ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ചെയ്യാത്ത ഒരു സ്ഥലത്ത് അവൻ അനാവശ്യമായി ചെയ്യണില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിന്റെ ഇന്റൻസിറ്റി കുറക്കണം എന്നുള്ളൊരു ഉപദേശം എന്ത് ചെയ്യുക, കൊടുക്കുക. അതിന്റെ ഒരു ഗാഠത കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. പതുക്കെ പതുക്കെ അത് കുറച്ച് കൊണ്ടുവരാൻ അവനെന്ത് ചെയ്യും, സാധിക്കും. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ധൃതി, മടി, ദേഷ്യം, ആശങ്ക, നിരാശ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അമലുകൾ കളയാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ഉണ്ടാക്കുന്ന കെണികളാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക. കുട്ടി ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ ഒരു നോക്കി ഓതാനൊക്കെ അറിയെങ്കിൽ ഒരു 25 ആയത്തോ അല്ലെങ്കിൽ 50 ആയത്തൊക്കെ ഒരു ദിവസം സൂറത്തുൽ ബഖറ ഓതിങ്ങാട്ട് അത് അവസാനിക്കുന്നത് വരെ ഒരു പ്രാവശ്യം തീർക്കാൻ പറയാം. അതേപോലെ ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് വെള്ളം കിട്ടിയാൽ മുഖം കഴുകാൻ പറയാം. നിന്നങ്ങാട് ദേഷ്യം വരിക വെച്ചാൽ ഇരിക്കാൻ പറയുകയൊക്കെ ചെയ്യാം. ചെറിയ കുട്ടിയാകുന്നതുകൊണ്ട് എത്ര പ്രായോഗികമാവും നമുക്കറിയില്ല. ധാരാളമായി പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക.